ഈ കറുത്ത മനുഷ്യൻ മരുഭൂമിയിലെ മണ്ണിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടു. വെള്ളം അയാളുടെ കുപ്പിയിൽ നിറയുകയായിരുന്നു. അയാൾ അതീവ സന്തോഷവാനായി. കുറച്ചു സമയത്തിനുള്ളിൽ കുപ്പി നിറഞ്ഞു. അയാൾ കുപ്പി അടച്ചു സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു പരട്ട പെൺകുട്ടി വന്നത്. അവൾ പെട്ടെന്ന് അയാളെ ആക്രമിച്ചു. ആ പെൺകുട്ടിക്ക് ആ വെള്ളക്കുപ്പി തട്ടിയെടുക്കണമായിരുന്നു. തുടർന്ന് അവർ തമ്മിൽ വഴക്കായി. അവൾ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞുനിന്ന് അവളെ പിടികൂടി. അവളുടെ വായ മണ്ണിലേക്ക് അമർത്തിപ്പിടിച്ച അയാൾ അവളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്ത് അയാൾ അവളെ വിട്ടയച്ചു. അയാൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്ന് ആ വെള്ളം മുഴുവൻ തനിയെ കുടിക്കാമായിരുന്നു. എന്നാൽ പെൺകുട്ടി എഴുന്നേറ്റ ഉടനെ അയാളെ ആഞ്ഞു ചവിട്ടി. അയാൾ നിലത്ത് വീണു. ഇപ്പോൾ ആ പെൺകുട്ടി അയാളെ ആക്രമിക്കുകയായിരുന്നു. പക്ഷേ അവളെ ഉപദ്രവിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. അവൾ അയാളെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടുത്ത് ഒരു കത്തി കിടപ്പുണ്ടായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അയാൾ അത് കയ്യിലെടുത്തു. രണ്ടുപേരും ദിവസങ്ങളായി മരുഭൂമിയിൽ ദാഹിച്ചു അലയുകയായിരുന്നു. വെള്ളത്തിനായി പരസ്പരം കൊല്ലാൻ പോലും അവർ തയ്യാറായി. അയാൾ അവളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. അയാൾ ആ ദിശയിലേക്ക് നോക്കി പെൺകുട്ടിയെ വിട്ടയച്ചു. അവിടെ ഒരു ചെറിയ പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ അതേ വെള്ളക്കുപ്പിയുണ്ടായിരുന്നു. തന്നെ ആക്രമിച്ച ആ സ്ത്രീയുടെ മകളായിരുന്നു ആ കൊച്ചു പെൺകുട്ടി. അവൾ ആ കുപ്പി അയാൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. അയാൾ ആ കുപ്പിയെടുത്ത് വെള്ളം കുടിച്ചു. ആ പെൺകുട്ടി മിണ്ടാതെ അവിടെ നിന്നു. അയാൾ ബാക്കി പകുതി വെള്ളം അവർക്ക് നേരെ എറിഞ്ഞുകൊടുത്തിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങി.